നമ്മൾ സംസാരിക്കുന്നത് മനു കോട്ടമൈതാനത്താണ്. കോട്ടമൈതാനത്ത് പാലക്കാട് നഗരസഭ ബഹുമാനപ്പെട്ട ശ്രീ എം പി രാജേഷ് എംപിയുടെ 2018-19 പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച ഓപ്പൺ ജിംനേഷ്യം കോട്ടമൈതാനം. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതെ, 2018-19 കാലത്ത് നിർമ്മിച്ചതാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇതിലേക്ക് കയറി വരുമ്പോൾ കാണുന്നത് എനിക്കെന്തിനാ ടെൻഷൻ? എന്തൊരു ടെൻഷൻ ഉണ്ടാവും? അല്ല, വർക്കൗട്ട് ചെയ്യാറില്ലല്ലോ മനു. അല്ല, എനിക്ക് വർക്കൗട്ടിന്റെ ആവശ്യമില്ല. നമ്മൾ എപ്പോഴും ഫിറ്റ് ആണ്. ഇനി പ്രത്യേകിച്ച് വർക്കൗട്ടിന്റെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ നിന്ന് സ്ഥിരമായിട്ട് പൊങ്ങുമ്പോൾ പ്രേക്ഷകർക്ക് വരെ അറിയാം മനു എത്രത്തോളം ഫിറ്റ് ആണല്ലേ. എന്താണെങ്കിലും ഇത് ഓപ്പൺ ജിമ്മിലാണ് കേട്ടോ നമ്മൾ എത്തി നിൽക്കുന്നത്. എം പി രാജേഷ് എം പി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഈ ഓപ്പൺ ജിംനേഷ്യം. നഗരസഭയാണ് പരിപാലന ചുമതലയും കാര്യങ്ങളും ഒക്കെ. പക്ഷേ പിന്നെ നോക്കുമ്പോൾ അത്ര സുഖകരമല്ലല്ലേ. നമുക്ക് കുറച്ചൊക്കെ പ്രശ്നങ്ങളൊക്കെ നമുക്കിവിടെ. അതെ അതെ. എന്താണ് നമ്മുടെ ഇവിടെ ആളുകളൊക്കെ എക്സസൈസ് ചെയ്യുകയും നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ചേട്ടാ തിരക്കാണോ? ഒരു മിനിറ്റ് വാ. എല്ലാ ദിവസവും വരുമോ? എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ഈ തുടങ്ങിയപ്പോൾ ഒരു വലിയ പദ്ധതിയായിട്ട് തുടങ്ങിയതാണല്ലോ. അതിനുശേഷം ഒരു പരിപാലനം ഉണ്ടായിട്ടുണ്ടോ? മെയിൻ്റനൻസ് ഇല്ല. അതൊരു വലിയ പ്രശ്നമാണല്ലേ. നിങ്ങൾ പറഞ്ഞിരുന്നോ നഗരസഭയോടൊക്കെ? ഇതിലോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല അല്ലേ? എം എൽ എയോട് ആവശ്യപ്പെട്ടിരുന്നോ? എം എൽ എ എം പിയും ഒക്കെ ഉണ്ടല്ലോ, എല്ലാവരും ഉണ്ടല്ലോ. ആരും വിചാരിക്കുന്നില്ല. ഒരുപാട് ആളുകൾ ഡെയിലി വരുന്ന. അതെ അല്ലേ. അതെ അതെ അതെ. പഴയതായി, അന്ന് സ്ഥാപിച്ചതിന് മാറ്റം ഉണ്ടായിട്ടില്ല അല്ലേ? എല്ലാ ദിവസവും രാവിലെ ഒരു അത്യാവശ്യം ആളുകൾ എത്തും അല്ലേ? രാവിലെയും വൈകുന്നേരം ഒക്കെ ആയിട്ട്. അതെ അതെ. തൽക്കാലം ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാല്ലേ. എന്താ പേരെന്താ ചേട്ടൻ്റെ? ജവഹർലാൽ. നല്ല പേരാണല്ലോ. പണ്ഡിറ്റ് നെഹ്റുവിനോടുള്ള ആദരവ് കൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്. എന്തായാലും നല്ലൊരു പേരല്ലേ അത്. ഇത്രയും മനോഹരമായ ഒരു പേരും ഇത്രയും വലിയൊരു മനുഷ്യനും അല്ലേ. അപ്പോൾ ഇവര് മറക്കത്തില്ല ഒരിക്കലും. പൊതുവെ ചെല്ലുമ്പോഴൊക്കെ ആളുകൾ ചോദിക്കാറുണ്ടോ ഈ പേര് കേൾക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു അങ്ങനെ ചോദിക്കാറുണ്ടോ? നെഹ്റു എന്ന് ബാക്കിയുണ്ട് ആർക്കും ചോദിക്കാറുണ്ട്. കൂട്ടുകാർക്ക് അങ്ങനെയാണോ വിളിക്കുന്നത്? നെഹ്റു വരുന്നുണ്ടെന്നാണോ പറയുന്നത്? അത് കൊള്ളാം. ഓക്കെ ചേട്ടാ, സന്തോഷം കേട്ടോ. സന്തോഷം.